അൽഹംദുലില്ലാ, ചെറിയ വേളമീൻ കറിയും വേളമീൻ പൊരിച്ചതും തയ്യാറായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് ചെറിയ വേള വെച്ചുള്ള മീൻ കറിയും നമുക്ക് മീൻ പൊരിക്കുകയും കൂടി ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഷോപ്പിൽ പോയി ചെറിയ വേളാപ്പാരം നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 2 തേങ്ങ തിരികെയെടുത്ത് നമുക്കതിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ പുളി എന്നിവ ചേർത്ത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പാചകം ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് നമുക്കിത് അരച്ച ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തക്കാളിയും മുളക് കീറിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണ് കറിക്ക് നമുക്ക് വേണ്ടത് അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ 14 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് എനിക്ക് ഇത്രയും 2 തേങ്ങ മതിയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നത് എനിക്ക് കറിക്ക് ഏറ്റവും നല്ലത് വെള്ളപ്പാരയ്ക്ക്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി മുളക് പൊടിയും ചേർത്ത് ഉപ്പും പുളിയൊക്കെ നല്ലതല്ല എൻ്റെ മസാലയ്ക്ക് എത്രയാണോ അതിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് മീനിട്ട് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പി വെച്ച് മീൻകറി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകൂടി താളിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയും മീൻ പൊരിച്ചതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മീൻ പൊരിച്ചതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്.